മെസ്സിയുടെ കേരളത്തിലേക്ക് വരവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിലാണ്. അർജന്റീനയൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിൽ സർക്കാരിന് ₹1 പോലും നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം പൊളിയുകയാണ്. കായിക മന്ത്രിയുടെയും സംഘത്തിന്റെയും സ്പെയിൻ സന്ദർശനത്തിന് മാത്രം ചെലവായിരിക്കുന്നത് 13 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 ബ്രേക്കിംഗ്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അനിൽ, മെസ്സിയുടെ വരവ് ഉണ്ടാകില്ല എന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ പറഞ്ഞൊരു കാര്യം, സർക്കാരിന് ഒരു നയാ പൈസയുടെ പോലും നഷ്ടം മെസ്സിയുടെ കേരളത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. മന്ത്രിയുടെ വാദം അപ്പാടെ പൊളിയുന്ന വിവരാവകാശ രേഖയുടെ പകർപ്പാണല്ലോ നമ്മൾ പുറത്തുവിടുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഗോപേഷൻ, മന്ത്രി അന്ന് മെസ്സി വരില്ല എന്ന് ഏറെക്കുറെ പറഞ്ഞ ആ വാക്കുകൾക്കിടയിൽ പറഞ്ഞത് ഒരു കൂട്ടത്തിൽ കാര്യം ഒന്നുകൂടി പറഞ്ഞതാണ്. എല്ലാം ചെയ്തത് സ്പോൺസറാണ്, എല്ലാം സ്പോൺസറാണ് ചെലവ് വഹിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് നയാ പൈസയുടെ ₹1 പോലും ചെലവില്ല, സർക്കാർ സേഫാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് സർക്കാരിന് കനത്തമായ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഇങ്ങനെ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സർക്കാർ അതൊക്കെ തന്നെ മറച്ചു വെക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ വിവരാവകാശ രേഖയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. 2024 അർജന്റീനൻ ടീമിനെ കൊണ്ടുവരാൻ എന്ന പേരിൽ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സംഘവും സ്പെയിനിലേക്ക് പോയി. അത് തന്നെ വലിയ വിവാദ വിഷയമായിരുന്നു. കാരണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനമുള്ളത് അങ്ങ് ബ്യൂണസ് അയേഴ്സിലാണ്, അർജന്റീനയിലാണ്. പക്ഷേ ആ സമയത്ത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്ത് ഈ അർജന്റീനയുടെ AFA പ്രസിഡന്റും മറ്റ് പ്രതിനിധികളൊക്കെ ഉള്ളത് ഈ ലാറ്റിൻ അമേരിക്കയിലാണ്. ആ ഘട്ടത്തിൽ എന്തിനാണ് മന്ത്രി സ്പെയിനിലേക്ക് പോയത്? അവിടെയുള്ള മാഡ്രിഡിൽ, അതായത് വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത മാഡ്രിഡിലെ ഓഫീസിൽ എന്തിനു പോയത് എന്നുള്ളത് വലിയ വിമർശനങ്ങൾ അന്ന് തന്നെ ഉയർന്നു. ആ സന്ദർശനത്തിനായി 13,04,434 രൂപ ചിലവായെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു, കായിക വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. ആ ദൃശ്യങ്ങളാണ്, ആ രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്നത്. ആ രേഖയാണ് 24 പുറത്തുവിടുന്നത്. അതായത് സർക്കാരിന് നയാ പൈസയുടെ ചെലവില്ല എന്ന് പറഞ്ഞ കായിക മന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ പൊളിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ കായിക വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രേഖയിൽ സൂചിപ്പിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ ഇതൊരു അറ്റം മാത്രമാണ്, മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. സർക്കാരിന് ഈ 13 ലക്ഷം മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് 2024 ചിലവാണ്. അതിനുശേഷം ഈ 2025 ഈ മാസം വരെയുള്ള ധാരാളം സർക്കാർ ഈ തലത്തിൽ സർക്കാരിന് ചിലവായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ രേഖകൾ അടങ്ങിയ വിവരങ്ങൾ തന്നെ നമ്മൾ പുറത്തുവിടും. എന്തായാലും മന്ത്രി പലതരത്തിൽ കബളിപ്പിച്ചു, അതായത് വരും എന്ന് പറഞ്ഞ് പറ്റിച്ചു. ഒടുവിൽ മന്ത്രി കൈയൊഴിഞ്ഞത് സ്പോൺസറുടെ തലയിലിട്ടാണ്. സ്പോൺസറും ധാരാളം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കണം. ഇപ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റ് ശ്രീ കമാൽ വരദൂർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കമാൽ വരദൂർ, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം അർജന്റീനിയൻ ഫാൻസ് ഉള്ള, ഏറ്റവും അധികം ലോകത്തിലെ തന്നെ മെസ്സി ഫാൻസ് ഉള്ള ഒരിടമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ വരവ് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരെ ആകെ നിരാശപ്പെടുത്തുന്ന, അവരെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്പോൺസർ പറയുന്നു മെസ്സി വരാനുള്ള സാധ്യത ഇതുവരെ അടഞ്ഞിട്ടില്ല എന്ന്, കായിക മന്ത്രി കേരളത്തോട് പറയുന്നു മെസ്സി വരില്ല എന്ന്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിന് ഒരു പൈസ പോലും ചിലവായിട്ടില്ല, എല്ലാം സ്പോൺസറാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഈ സ്പെയിനിലെ യാത്രയ്ക്ക് 13 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇതൊക്കെ സർക്കാർ ഖജനാവിൽ നിന്നുള്ള ചിലവാണല്ലോ. അപ്പോൾ വിവരാവകാശ രേഖയിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. എന്താണ് ശ്രീ കമാൽ വരദൂർ കേരളത്തിൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? ഗോപി, ഇതില് സെപ്റ്റംബർ കഴിഞ്ഞ 2024 സെപ്റ്റംബർ 6 ശേഷം ഇന്നിപ്പോഴും നമ്മൾ 2025 ഓഗസ്റ്റ് 7 വരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കായിക മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലെ അപാകതകളാണെങ്കിൽ, പോരായ്മകളാണെങ്കിൽ, ചേരുവ ഇല്ലായ്മകളാണെങ്കിൽ എല്ലാം വളരെ പ്രകടമാണ്. അതായത് അദ്ദേഹം ആദ്യം പറയുന്നത് ഈ സെപ്റ്റംബർ 7, അതായത് കഴിഞ്ഞ വർഷം അദ്ദേഹം സ്പെയിനിലേക്ക് പോകുന്നു. സ്പെയിനിൽ പോയിട്ട് അദ്ദേഹം തിരികെ വന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് MOU സൈൻ ചെയ്തിരിക്കുന്നു, അർജന്റീനിയൻ ഫുട്ബോൾ ടീം എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. കേരളത്തിലേക്ക് വരുന്നു, ഒരു മത്സരം കളിക്കും എന്നെല്ലാം പറയുന്നു അദ്ദേഹം. അതിനുശേഷം കുറെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ, ആസ് എ സ്പോർട്സ് ജേർണലിസ്റ്റ്, എനിക്കുണ്ടായ 2 സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു. ഒന്ന്, അദ്ദേഹം സ്പെയിനിലേക്കാണ് പോയത്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലാണ്. ആ ദിവസം, ആ പെർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് അർജന്റീനിയൻ ദേശീയ ടീമിന് ഒരു മാച്ച് കൂടിയുള്ള ദിവസമാണ്. അന്ന് അവരുടെ അസോസിയേഷൻ പ്രസിഡന്റ്, മറ്റു ഭാരവാഹികളൊക്കെ ബ്യൂണസ് അയേഴ്സിലുണ്ട്.
പക്ഷേ മാഡ്രിഡ്, അതായത് സ്പെയിനിന്റെ ആസ്ഥാനമാണ് മാഡ്രിഡ്, ആ ആസ്ഥാനത്തേക്ക് പോയിട്ട് ആരോടോ ഒപ്പം, അതായത് അദ്ദേഹം പിന്നീട് ആ വ്യക്തിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, എങ്കിൽ പോലും അർജന്റീനിയൻ ദേശീയ ടീമോ അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട മത്സരം കളിക്കുന്ന ദിവസം അവരുടെ എല്ലാവരും അവിടെ, അതായത് ബ്യൂണസ് അയേഴ്സിലുള്ള ഒരു പകൽ അല്ലെങ്കിൽ ഒരു ദിവസം മാഡ്രിഡിൽ ആരാണുള്ളത്? മാഡ്രിഡിൽ പോയിട്ടാണ് മെസ്സിയുടെ ജേഴ്സി കൈമാറി. സാധാരണഗതിയിൽ അർജന്റീനൻ ടീം മെസ്സിയുടെ ജേഴ്സി അല്ല കൈമാറുക, അതായത് അർജന്റീനൻ ദേശീയ ജേഴ്സിയാണ് കൈമാറ്. ഇത് മെസ്സിയുടെ ജേഴ്സി കൈമാറിയിട്ട് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഒരു പ്രഖ്യാപനം വരുന്നത്. 2 എന്ന് പറയും, ഞാൻ അന്ന് ചോദിച്ച ഒരു ചോദ്യം, താങ്കൾ ആരെയാണ് അവിടെ കണ്ടത് എന്ന് ചോദിച്ചിരുന്നു. അതായത് ഈ പറഞ്ഞ അതേ ദിവസം മാഡ്രിഡിൽ വെച്ചിപ്പം അർജന്റീനൻ ദേശീയ ഫുട്ബോൾ ടീമിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മാർക്കറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അവരിപ്പോ അവരുടേതായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒരാളെ കണ്ടതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹം നാട്ടിലെത്തി മാധ്യമപ്രവർത്തകരെ കണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പുച്ഛിച്ചാണ് സംസാരിച്ചത്. കാരണം അതൊന്നുമല്ല, ഞങ്ങൾ കണ്ടിരിക്കുന്നു, ടീം വരും എന്ന് പറഞ്ഞു. അതിനുശേഷം ഗോപി, നിങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുക. ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളാണെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു പോലും 2 ബൈ ഇലക്ഷൻ വേളകളിലൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 100% പൊരുത്തക്കേടുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പറയുന്നു മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോഴും ഈ 2 ചോദ്യങ്ങൾ, പ്രസക്തമായ പല ചോദ്യങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങളുടെ എക്സ്ക്ലൂസീവിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിന് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ, അതായത് അദ്ദേഹം മാഡ്രിഡിലേക്ക് പോയത് ആരുടെ ചെലവിലാണ്? അദ്ദേഹം മാഡ്രിഡിലേക്ക് പോകുന്നുണ്ട്, 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ചെലവാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നിരിക്കുക. അത് സർക്കാർ ഖജനാവിൽ നിന്ന് പോയ പണം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ 100% അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. ഏതായാലും ശ്രീ കമാൽ വരദൂർ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് സുതാര്യമായി കേരളത്തിലെ ജനങ്ങളോട് പറയട്ടെ. ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണോ? നമ്മളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടും കബളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇത് സ്പോൺസറോടല്ലല്ലോ നമ്മൾ ചോദിക്കേണ്ടത്, സർക്കാരിനോടാണ്. കാരണം കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് മെസ്സി വരാൻ പോകുന്നത്. സ്പോൺസർ ഇന്നലെ പറഞ്ഞത് ഇനിയും സമയമുണ്ട്, ഈ സാധ്യതകളൊന്നും അവസാനിച്ചിട്ടില്ല എന്നാണ്. ഏതായാലും ഇത് കേരളത്തിലെ മെസ്സി ആരാധകരെ, അർജന്റീനിയൻ ആരാധകരെ കബളിപ്പിക്കുന്ന ഒരു നടപടിയായി പോയോ എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി. സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂറാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണം നമ്മളുമായി പങ്കുവച്ചത്. ഈ ഒരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാരിന് ചിലവായിട്ടില്ല എന്നായിരുന്നു കായിക മന്ത്രി ഈ മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ മാഡ്രിഡ് സന്ദർശനത്തിന് 13 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്നും ആ തുക നമ്മുടെ ഖജനാവിൽ നിന്നാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നതിൻ്റെയും സംസാരിക്കുന്ന തെളിവുകൾ, അത് വിവരാവകാശ രേഖയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അനിൽ വാസുദേവ്, ഞങ്ങളുടെ സ്പോർട്സ് പ്രതിനിധി, നമ്മളോടൊപ്പം ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനു, നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഞാൻ വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയിലേക്ക് പോകട്ടെ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഒപ്പം മറ്റു വാർത്തകൾ.